അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചർ കുറച്ച് ലേറ്റ് ആയി പോയി. ടീച്ചറിന്റെ ബേബി കരയുന്നതായിട്ടാണ് കേട്ടോ. നമ്മൾ അൽഹംദുലില്ലാ വി സ്റ്റാർട്ടഡ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് തജ്വീദ്. ഓക്കെ, നമ്മൾ തജ്വീദിന്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. പിന്നീട് വി ലേൺഡ് വാട്ട് ആർ ദ റൂൾസ് ഓഫ് ഇസ്തിആസ ആൻഡ് ബസ്മല, അതായത് ഫാത്തിഹയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എപ്പോഴൊക്കെയാണ് പറയേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് മഖ്റജ്, അതായത് അടുത്തൊരു ചാപ്റ്റർ ആണ്. തജ്വീദിന്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് തജ്വീദ്? തജ്വീദ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം മേക്കിംഗ് ബെറ്റർ. മേക്കിംഗ് ബെറ്റർ, നമ്മൾ നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് തജ്വീദ് എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ ഇൻ ടേംസ് ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ reciting of Quran by giving the rights and characteristics of the letters. അതായത് ഓരോ അക്ഷരവും അതിൻ്റെതായ സ്ഥാനത്ത് വെച്ച് ഉച്ചരിക്കുന്നതാണ് തജ്വീദ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം. ഓക്കെ, സോ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി തജ്വീദിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 10 റൂൾസ് ആയിട്ടാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, 10 നിയമങ്ങളായിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. യെസ് ഡിയർ. അപ്പൊ ഓരോ റൂൾസ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കണം. ഓക്കെ, ബിഫോർ ലേണിംഗ് ദ റൂൾ ഓരോ അക്ഷരങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് മനസ്സിലാവണം. 28 അക്ഷരങ്ങളുണ്ട്. അതില് വരുന്നേ എന്നുള്ള കാര്യം യു നീഡ് ടു നോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് വെറുതെ അലിഫ് ബ ത സ അങ്ങനെയല്ല. തജ്വീദ് എന്ന കോഴ്സ് എടുക്കുമ്പോൾ യു നീഡ് ടു നോ. ഇപ്പോ ഫോർ എക്സാമ്പിൾ അലിഫ് എവിടുന്നാ വരുന്നത്, ബ ഏത് പാട്ടിൽ നിന്നാണ് വരുന്നത്, ത ഏത് പാട്ടിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ എന്താണ് ഓക്കെ, സോ ദീസ് ആർ ദ പ്ലേസസ് വേർ ദ ലെറ്റർ ഇസ് കമ്മിങ്. അതിനാണ് മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. സി, മഖാരിജുൽ ഹുറൂഫ്, അതായത് വാട്ട് ഇസ് മഖ്റജ്? ദ പ്ലേസ് വേർ എ ലെറ്റർ ഇസ് എമിറ്റഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മീം ആണെന്ന് വിചാരിച്ചു. മീം ആണെങ്കിൽ എവിടെ നിന്നായിരിക്കും വരുന്നത്? മീം എന്ന് പറയുമ്പോ നമ്മൾ ഏത് പാട്ടാ ടച്ച് ആക്കുന്നത്? നമ്മള് വായിന്റെ or inside the mouth, which place touches for the letter meme? Can anyone say? Meme എന്ന് പറയുമ്പോൾ ഏത് പാട്ട്? നമ്മള് ചുണ്ടല്ല ടച്ച് ചെയ്യാ. മീം എന്ന് പറയുമ്പോ ചുണ്ടൽ ടച്ച് ആവുന്നത്. അതേപോലെ ബ എന്ന് പറയുമ്പോഴും 2 ചുണ്ടുകളാണ് ടച്ച് ആവുന്നത്. സോ സിമിലർലി നമ്മൾ 28 അക്ഷരങ്ങളും എവിടുന്നാ വരുന്നതെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആസ് എ തജ്വീദ് സ്റ്റുഡന്റ് നിങ്ങൾ എന്ത് പഠിച്ചാലും സഡൻലി യുവർ teacher, maybe any other teacher is asking, where does this letter come from? Okay, എവിടുന്നാണ് ലെറ്റർ വരുന്നത്? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഞാനിത് പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ടോപ്പിക് സ്കിപ്പ് ചെയ്യാനേ പറ്റൂല. ബേസിക് തജ്വീദ് കോഴ്സ് പഠിക്കുന്നവർക്കും അഡ്വാൻസ് തജ്വീദ് കോഴ്സ് പഠിക്കുന്നവർക്കും മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്ന ടോപ്പിക് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. ബിക്കോസ് നിങ്ങൾക്ക് അറിയണം എവിടുന്നാണ്. അപ്പൊ ദിസ് മഖ്റജ് എന്നാണ് അതിന് പറയാം. അതായത് അക്ഷരം പുറപ്പെടുന്ന സ്ഥലം, അക്ഷരം പുറത്തേക്ക് വരുന്ന പ്ലേസ്. ഓക്കെ, അതാണ് മഖ്റജ്.
The place where a letter is emitted or coming out is known as makhraj. Okay, makharij എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഇപ്പൊ നമ്മൾ ബേബി, ബേബീസ് എന്ന് പറയൂലേ, ബേബി അതിന്റെ പ്ലൂറൽ ഇസ് ബേബീസ്. ബോക്സ്, ബോക്സസ്. ആപ്പിൾ, ആപ്പിൾസ്. അതുപോലെ മഖ്റജിന്റെ പ്ലൂറൽ ഇസ് മഖാരിജ്, മഖാരിജ്. ഓക്കെ, ഓക്കെ. അപ്പൊ മഖാരിജ് എന്ന് പറയുന്നതാണ് മഖ്റജ് ഒന്നിന്റെ പ്ലൂറൽ ആണ് മഖാരിജ്. 5 മഖാരിജ് ഉണ്ട്, അതായത് 5 മഖ്റജ് ഉണ്ട്. മഖ്റജ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായ? Did you all understand what is മഖ്റജ്? Yes. എന്താണ് മഖ്റജ്? Yes, what is a മഖ്റജ്? The letter comes from. The place where a letter is coming outside. നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കിയിട്ട് പറഞ്ഞാലും ശരിയായിരിക്കും. ടീച്ചർ എഴുതി തന്ന ഡെഫിനിഷൻ തന്നെ വേണമെന്നില്ല എക്സാമിന്. ഓക്കെ, ദ പ്ലേസ് വേർ ലെറ്റർ ഇസ് കമ്മിങ് ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ദ പ്ലേസ് വേർ ലെറ്റർ ഇസ് എമിറ്റഡ്. അങ്ങനെ ഈ മഖ്റജ് 5 ടൈപ്പ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഒരു ട്രെയിനില് 5 ബോഗി വരച്ചത് വിചാരിച്ചോ. ഓക്കെ, സം ഇതിന്റെ ബുക്കില് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക്, ഇതിനെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, അപ്പൊ ഞാനത് ശരിയാക്കിയിട്ട് ഇൻഷാല്ലാ വേറെ PDF ഉണ്ടോ നോക്കാം. അപ്പൊ അവിടെ നമ്മൾ 5 പ്ലേസ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ജൗഫ്, അൽ ഹൽഖ്, അൽ ലിസാൻ, അൽ ഷഫതാൻ, ആൻഡ് ഫിഫ്ത് വൺ ഇസ് ഖൈഷൂം. ഓക്കെ, ഖൈഷൂം. ഖൈഷൂം എന്ന് പറയുന്നത് വേറെ പ്ലേസ് ആണ്. ടീച്ചർ ടൈപ്പ് ചെയ്ത ബുക്കിൽ ചെറിയ ഒരു പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട് കേട്ടോ. സം എഡിറ്റിംഗ് പ്രശ്നമുണ്ട്. ഓക്കെ, there are 5 main places: ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫതാൻ, ഖൈഷൂം. Can you all repeat with me? Al Jawf, Al Jawf, Al Al Halq, Jawf, Al Halq, Al Jawf, Al Halq. Al Halq, Third one Al Lisan, Al Lisan, fourth Shafatan, Al Shafatan, fifth one Khayshum. Khayshum. Did anyone learn this before? ആരെങ്കിലും പഠിച്ചില്ല? No, ma'am. No, nobody. Has anyone learned or heard? No, I have learned. എവിടെയോ ഒരു കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടീച്ചർ ഈസി ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു തരാം. ഓക്കെ, എന്താണ്? എനിക്ക് മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ 5 മഖ്റജ് ഉണ്ട്. ഓക്കെ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ആക്കിക്കോ. ഓക്കെ, 5 പ്ലേസ് ഉണ്ട്. ഈ 28 അക്ഷരങ്ങളും പുറത്തേക്ക് വരുന്ന 5 പ്ലേസ് ഉണ്ട്. ഏതൊക്കെയാണ്? ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫത്താൻ, ഖൈഷൂം. ബൈ ഹാർട്ട് പഠിക്കണം ഇത്. യു ഹാവ് ടു ലേൺ ദീസ് ബൈ ഹാർട്ട്. ഓക്കെ, നമുക്ക് ഇന്ന് 2 ഡിസ്കസ് ചെയ്യാം. 2 മതി. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് അൽ ജൗഫ്. ഓക്കെ, ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്റ്റി സ്പേസ്, കാലി ആയിട്ടുള്ള ഭാഗം. ഓക്കെ, കാലി ആയിട്ടുള്ള ഭാഗം. എന്താണ് കാലി ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്? The empty space in the mouth and the throat. വായിലും തൊണ്ടയിലും ഉള്ള കാലി ആയിട്ടുള്ള ഭാഗമാണ് ജൗഫ്. ഒന്നുമില്ല എന്നാ പറയുന്നത്, സ്പേസ് ആണ്. അപ്പൊ എവിടെയാണത്? വായ, വായയും തൊണ്ടയും. അപ്പൊ അത് ഫുള്ളായിട്ട് തൊണ്ടയിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഡോണ്ട് വറി. നല്ലൊരു പിക്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിന്റെ പിക്ചറിന് ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലർ ആയിട്ടില്ലേ കാണുന്നത് അല്ലേ? Let me see if I can search in Google. For example, ഇങ്ങനെയാണ് വായെന്ന് വിചാരിച്ചു ഒരു പേഴ്സൺ. ടീച്ചർ ഡയഗ്രാം വരക്കുന്നതാണ്. ഒരാളെ സൈഡ് വ്യൂ, ചെവി. ഓക്കെ, ഇങ്ങനെയാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ മൂക്ക്, വായ. ഞാനൊരു യെല്ലോയിഷ് കളറിൽ കളറടിക്കാൻ പോകുന്ന നോക്കിക്കോ. ഇതാ നമ്മളെ ചുണ്ടും നമ്മുടെ പല്ലല് ഈ ഭാഗത്താണ് ഉണ്ടാവുക. ദെൻ ഇത്രയും വരെ
ഏകദേശം തൊണ്ടന്റെ ബിഗിനിങ് വരെ. ഈ സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ വായില് ഫുഡ് കഴിക്കുന്ന സ്പേസ്, നമ്മൾ ഫുഡ് വെക്കാനും വെള്ളം കുടിക്കാനും ഒരു സ്പേസ് ഇല്ലേ വായില്? യെസ് ഓർ നോ? അതന്നെയാണ് ജൗഫ്. മനസ്സിലായോ? വായിലും തൊണ്ടയിലും നമ്മൾ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കാൻ വേണ്ടി നമുക്ക് വായിൽ ഒരു സ്ഥലത്ത് അത് ഒഴിക്കണം. ഓർ വി ഹാവ് ടു ഹാവ് ദ സ്പേസ് ടു ഈറ്റ് ദ ഫുഡ്. അതാണ് ജൗഫ്. അറബിയിൽ അത് ജൗഫ് എന്ന് പറയാം. അപ്പൊ ഈ ജൗഫിന്ന് 3 ലെറ്റേഴ്സാ പുറത്തു വരുന്നത്. ഏതിലാണ് 3 അക്ഷരങ്ങൾ? മദ് ലെറ്റേഴ്സ്. നൗ യു ഹാവ് ടു സേ വിച്ച് ആർ ദ മദ് ലെറ്റേഴ്സ്. ഏതിലാണ് മദ് അക്ഷരങ്ങൾ? Alif, Waw, Ya. വെരി ഗുഡ്. അലിഫ് മദ്, വാവ് മദ്, യാ മദ്. മനസ്സിലായ? അലിഫ് മദ്, വാവ് മദ്, യാ മദ് ആണ് ജൗഫിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. എങ്ങനെ പുറത്തേക്ക് വരുന്നത്, എങ്ങനെ പുറത്തേക്ക് വരുന്നതും അതിന് ടെക്നിക്കൊന്നും പഠിക്കണ്ട. അത് നമ്മൾ അഡ്വാൻസ് കോഴ്സിൽ പഠിക്കുന്നുണ്ട്. അഡ്വാൻസ് കോഴ്സിൽ ടീച്ചർ ട്രെയിനിങ് ലെവലില് എങ്ങനെയാണ് ഈ ലെറ്റേഴ്സ് പുറത്ത് വരുമ്പോ നമ്മുടെ ശബ്ദം എന്താ സംഭവിക്കുന്നത്, നമ്മളെ വോക്കൽ കോഡ്സ് എന്താ സംഭവിക്കുന്നത്, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് ആസ് എ ടീച്ചർ. ബട്ട് ഫോർ യു, നിങ്ങളെ ലെവലിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് അത്ര മാത്രം അറിഞ്ഞാൽ മതി. 5 പ്ലേസ് ഉണ്ട്: മഖ്റജ്, അൽ ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫത്താൻ, ഹൈജൂം. ജൗഫ് മീൻസ് വായിലും തൊണ്ടയിലും കാലിയായിട്ടുള്ള ഭാഗം. ദാറ്റ് മീൻസ് എംപ്റ്റി സ്പേസ് ഇൻ ദ മൗത്ത് ആൻഡ് ഹിയർ 3 മദ് ലെറ്റേഴ്സ് ആർ കമ്മിങ് ഔട്ട്. അത്ര മാത്രം മതി. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാലിയായിട്ടുള്ള ഭാഗമൊന്നും ശ്രദ്ധിക്കാലോ. മദ് ലെറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ ഈ ഊ, ഒന്നും നമ്മുടെ നാവൊന്നും ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ? ഈ ഊ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട്. ബട്ട് എത്ര ടൈം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെത്ത് പിടിച്ചു വെക്കുന്നവരെ വി ക്യാൻ റിസൈറ്റ് അല്ലെ? 10 സെക്കൻഡ്സ് വരെ നീട്ടാ, 20 സെക്കൻഡ്സ് വരെ നീട്ടാ. അതാണ്. അപ്പൊ സ്കോളേഴ്സിന് സ്പെസിഫിക് ആയിട്ട്, അതായത് കൃത്യമായിട്ടുള്ള പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ അവർ എന്താ ചെയ്ത, ഈ മദ് ലെറ്റേഴ്സിന് അലിഫ് മദ്, വാവ് മദ്, യാ മദ്. റിമെമ്പർ പ്രോപ്പർലി, യു ഹാവ് ടു സേ ദാറ്റ് ദീസ് ആർ ദ മദ് ലെറ്റേഴ്സ്. വെറുതെ അലിഫ് വാവ് യാ എന്ന് പറയരുതേ. അലിഫ് വാവ് യാ എന്ന് വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആൻസർ കംപ്ലീറ്റ്ലി റോങ് ആണ്. ബിക്കോസ് വാവിന് വേറെ പ്ലേസ് ഉണ്ട്, യാന് വേറെ പ്ലേസ് ഉണ്ട്. അലിഫ് എന്ന് പറഞ്ഞത് ഹംസയാണ്. ഹംസക്ക് വേറെ ശരിക്കുള്ള പ്ലേസ് ഉണ്ട്. സോ യു ഷുഡ് ഓൾവേസ് സേ മദ് ലെറ്റേഴ്സ് ആയിട്ടുള്ള അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ടീച്ചർ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇതിന്റെ എക്സാം വരുമ്പോ ജൗഫിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, അപ്പൊ നിങ്ങൾ എന്താ പറയണ്ടേ? അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ഇങ്ങനെ മദ് എന്ന് പറഞ്ഞ വേർഡ് ഇല്ലെങ്കിൽ, യെസ്, ഇഫ് യു ഡോണ്ട് സേ ദ വേർഡ് മദ്, നോ, യുവർ ആൻസർ വിൽ ബി റോങ്. നിങ്ങൾക്ക് 0 തന്നെ ടീച്ചർ തരും. അലിഫ് വാവ് യാ എന്ന് മാത്രം പറഞ്ഞാൽ റോങ് ആണ് ആൻസർ. ഓക്കെ, ഡേറ്റ് ഞാൻ പറയാം. എന്തായാലും ഈ സമയത്തായിരിക്കൂല. ഇപ്പൊ സൺഡേ ടീച്ചർ ഫ്രീ ആണെങ്കിൽ ചിലപ്പോ ഒരു 4 കുട്ടികളെ എക്സാം സൺഡേ നടത്തും. സാറ്റർഡേ ഫ്രീ ആണെങ്കിൽ 2 കുട്ടികളെ, അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ടീച്ചർ പേഴ്സണലി അയച്ചോളും. ഓക്കെ, സോ എല്ലാവരും നോട്ട്സ്, കുറെ നോട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഡിഡ് യു ഓൾ ഫിനിഷ് എവ്രി വൺ നോട്ട്സ്? നിങ്ങൾ പേഴ്സണലി അയക്കണ്ട കേട്ടോ. ആരോ ഒരു സ്റ്റുഡന്റ് പേഴ്സണലി അയച്ചിട്ടുണ്ട്, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അയച്ചു. കറക്ഷൻ ചെയ്യാന്. ഓക്കെ, ഫോർവേഡ് ഇൻ ദ ഹോംവർക്ക് ഗ്രൂപ്പ്. എല്ലാരും ഹോംവർക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലേക്കാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. ഓക്കെ, സോ ഇൻഷാല്ലാ ടീച്ചർ പറയൂ കേട്ടോ. എക്സാമിന് ആ നോട്ട്സ് മാത്രം വായിച്ചു വിട്ടാൽ മതി. പിന്നെ PDF നോക്കണേ. എക്സാം ഓൺലൈൻ ആണോ? ഓൺലൈൻ ആയിരിക്കും മോളെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായ ജൗഫിൽ നിന്ന് വരുന്നത് എന്താണ്? 3 മദ്ദക്ഷരങ്ങൾ. അപ്പൊ ഏതാണ് മദ്ദക്ഷരങ്ങൾ? ഖാല, ഒരു എക്സാമ്പിൾ, ഖീല, ഖൂലു. Does anyone know one word which has 3 mother letters together? ഈ 3 മദർ ലെറ്ററും ഒന്നിച്ച് വരുന്ന ഒരു വേർഡ് ആർക്കെങ്കിലും അറിയോ? അതായത് അലിഫ് മദും വാവ് മദും യാ മദും ഒന്നിച്ച് വരുന്ന വേർഡ്സ് ഉണ്ട് ഖുറാനില്.
3 മദർ ലെറ്റേഴ്സ് ഉണ്ട് ഇതില്. in this word. Yes. Yes. Nu, Yes. hi, ha, nu, hi, ha. ഇതൊരു word ആണ്. Okay. Nu, hi, ha. This is one word. Another word is ഊദീന. ഊതീന രണ്ടും വേർഡ്സ് ഉണ്ട്. ഊതീന. You can also say ഊദീന is a different meaning. Then next word atujadi ലൂനനി. ഒറ്റ വേർഡ് എങ്കിലും നിങ്ങൾ പഠിക്കണേ. Give me an example in which there are 3 mother letters in one word എന്ന് പറഞ്ഞാല് ഏതാണ് ഈസി? Which is easy for you? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ടീച്ചർ പറയാം. ഒരു ട്രിക്ക് നൂഹ് നബിനെ പറ്റി ആലോചിക്കും. ഓക്കെ. നൂഹ്. അപ്പൊ നൂഹിഹ. ഇത് എന്തായാലും ഷുവർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ബിക്കോസ് ടീച്ചറിനെല്ലാം ഉണ്ടായിന്. ടീച്ചർ എക്സാം ചെയ്യുന്ന സമയത്ത് ഇത് ഉണ്ടായിന്. നെയിം വൺ വേർഡ് ഓർ വൺ എക്സാമ്പിൾ ഇൻ വിച്ച് there are 3 mother letters together. ഓർ ഇങ്ങനെയും ചോദിക്കാം. അൽ ജൗഫിൽ നിന്ന് വരുന്ന 3 അക്ഷരങ്ങളും ഒന്നിച്ച് വരുന്ന ഒരു വേർഡ്. അങ്ങനെ പറഞ്ഞാല് അത് കുറച്ചും കൂടി ട്രിക്കിയാണ് അല്ലേ? യെസ് ഓർ നോ? Yes. Yeah, if I'm asking, give one example of all the letters of Jauf. അപ്പൊ ജൗഫ് എന്താന്ന് ആദ്യം അറിയണം. ജൗഫിന്റെ ലെറ്റേഴ്സ് എന്താന്ന് ആദ്യം അറിയണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആ ടീച്ചർ ചോദിക്കാം. ടീച്ചർ ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കൂല. ഐ ലൈക്ക് ടു ട്വിസ്റ്റ്. ഓക്കെ. സോ മദർ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോ അലിഫ് സാക്കിനന്റെ മുമ്പ് who's there? ഫത്ഹ. വാവ് സാക്കിനന്റെ മുമ്പ് ആരാള്ള? നമ്മൾ പഠിച്ചിട്ടില്ലേ ഖായിദ നൂറാനിയ? ഫത്ഹാന്റെ മുമ്പുള്ള യാ മദിന്റെ മുമ്പ് ആരാള്ള? ഈ കണ്ടീഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടാ. മദ് ലെറ്റേഴ്സ് 3 അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ബട്ട് ഇതിലെല്ലാം സുക്കൂനായിരിക്കും. ഫത്ഹ, കസ്റ, ദമ്മൊന്നും അതിന്റെ മേലെ വരില്ല. അതിൽ സുക്കൂന് മാത്രമാണ് കണ്ടീഷൻ. ബട്ട് അലിഫ് മദ് is preceded by a fatha, വാവ് മദ് is preceded by a dhamma, യാ മദ് is preceded by a kasra. ഇങ്ങനെ പറയാൻ അറിഞ്ഞിരിക്കണം ആസ് എ തജ്വീദ് സ്റ്റുഡന്റ്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഫത്ഹ ഉള്ള അക്ഷരത്തിന് ശേഷം അലിഫ് മദ്, അങ്ങനെയും പറയാം. വാവ് മദ് അക്ഷരത്തിന് ശേഷം വാവ് മദ്, സോറി ദമ്മ ഉള്ള അക്ഷരത്തിന് ശേഷം വാവ് മദ്, കസ്റ ഉള്ള അക്ഷരത്തിന് ശേഷം യാ മദ്. ബട്ട് ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ ഇസ് വാട്ട് ഐ ടോൾഡ്. ഓക്കെ. അലിഫ് മദിന് മുമ്പ് ഫത്ഹ ഉള്ള അക്ഷരം, വാവ് മദിന് മുമ്പ് ദമ്മ ഉള്ള അക്ഷരം, യാ മദിന് മുമ്പ് കസ്റ ഉള്ള അക്ഷരം. മുന്നേ എന്ന് പറയുന്നത് പ്രീവിയസ് ലെറ്റർ ആണ് കേട്ടാ. ഐ എം ഡൂയിങ് ദിസ്. ഇതാണ് ലൈക് ബിഫോർ. അറബിയിൽ നമ്മൾ അങ്ങനെയല്ലേ എഴുതാ, ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതൂല. ബിഫോർ എന്ന് പറയുമ്പോ ഇപ്പുറത്താ വരാ. ഫോർ എക്സാമ്പിൾ ദ എം ടി എന്ന് പറയുമ്പോ എം ടിന്റെ മുമ്പ് ബിഫോർ ഇസ് ദ. പക്ഷെ അറബിയിൽ അങ്ങനെയല്ല അല്ലെ. നമ്മൾ മുമ്പ് എന്ന് പറയുമ്പോ ഇപ്പുറത്താ വരാ. ആ ഒരു കോമൺ കാര്യം എല്ലാവരും അറിയണേ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മുന്നേ എന്ന് പറയുന്നത് പ്രീവിയസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാ examples of 3 mother letters in one word. നൂഹിഹ, അതുജാദിലൂനനി, ഊദീന, ഊതീന, ഇങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവർക്കും ജൗഫ് എന്താന്ന് മനസ്സിലായോ? ഇപ്പം തന്നെ പഠിച്ചോ? ഇപ്പം തന്നെ പഠിച്ചാൽ നല്ലതാണ്. ക്ലാസ്സിൽ തന്നെ ഇഫ് യു ലേൺ ആൻഡ് ദെൻ എക്സാമിന് വായിച്ചു നോക്കിയാൽ ഈസി ആയിരിക്കും. ഓക്കെ. ഓക്കെ. ടീച്ചർ ഒന്ന് എല്ലാവരും മൈക്ക് മ്യൂട്ട് ആക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചു, ഇതാണ് ആ പിക്ചർ. ഓക്കെ. ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് ദ പിക്ചർ ഓഫ് എ പേഴ്സൺ. ഓക്കെ. ടീച്ചർ അത്ര എക്സ്പെർട്ട് ഒന്നുമല്ല കേട്ടോ വരക്കാൻ. ഐ എം നോട്ട് സോ എക്സ്പെർട്ട്. ഇങ്ങനെയാണ് അല്ലെ. ജസ്റ്റ് ഇമാജിൻ ഇതാണ് ഒരു പേഴ്സന്റെ ഇത്. അപ്പൊ ജൗഫ് എല്ലാവർക്കും കിട്ടി. ജൗഫ് ടീച്ചർ കളർ ചെയ്യുന്നത് റെഡിലാണ്. ഓക്കെ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് താഴോട്ടേക്ക് പോകുന്നുണ്ട്. തൊണ്ടയിലേക്കാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. The jawf continues towards the halq. Okay. Jawf continues towards the halq. This is the halq. halq എന്ന് പറഞ്ഞാൽ തൊണ്ട. മനസ്സിലായ? നമ്മൾ ജൗഫ് നേരെ ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും നമ്മൾ പൈപ്പ് ഉണ്ട് ഉള്ളിൽ, വിൻഡ് പൈപ്പ്.
ബ്രീത്തിങ്ങിന് വേണ്ട പൈപ്പും പിന്നെ ഫുഡ് കഴിക്കുന്ന പൈപ്പ് നമ്മള് തൊണ്ടക്കുഴലെല്ലാം കേട്ടിട്ടില്ലേ? ഈസോഫേഗസ്. യെസ്, ഈസോഫേഗസ് നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ സംഭവങ്ങളെല്ലാം അതൊന്നും നമുക്ക് ഇവിടെ എക്സ്പ്ലനേഷൻ വേണ്ട, പക്ഷെ അതെല്ലാം കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നതാണ് ജൗഫിൽ നിന്ന് ഇറ്റ് കണ്ടിന്യൂസ് ടു ദ ഹൽക്ക്. അപ്പൊ ഹൽക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോ ഇനി ഞാൻ തൊണ്ട മാത്രം വരക്കുന്നതാണേ. ഇത് നമ്മൾ തൊണ്ടേന്ന് വിചാരിച്ചു. ടീച്ചറിന്റെ നല്ല പിക്ചർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലിയർ ഇല്ല. സംതിങ് ഹാപ്പൻ. ഈ തൊണ്ടേന്ന് വിചാരിച്ചു. ഈ തൊണ്ടന 3 പാർട്ടായിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. അഗെയിൻ നമ്മൾ ഷോൾഡർ ആണ്, ഷോൾഡറിന്റെ ആ ഭാഗത്ത് ചെസ്റ്റിനോട്. സോ തൊണ്ട അഗെയിൻ ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻടു 3 പാർട്സ്. ഹൽക്ക് എന്നാണ് തൊണ്ടന്റെ അറബിക് ടേം. The throat is subdivided into 3 parts and from each part, അതായത് ഓരോ പ്ലേസിൽ നിന്നും 2 അക്ഷരങ്ങൾ വരുന്നു. ഓക്കെ, സോ ഇതിപ്പോ തൊണ്ടേന്ന് വിചാരിച്ചു. ഇതുകൊണ്ട് ഈ പിക്ചർ പോയി. ഓക്കെ, there is some editing. അപ്പൊ ഇത് നമ്മൾ തൊണ്ടയാന്ന് വിചാരിച്ചോ. 3 പാർട്ടായിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് അപ്പർ പാർട്ട്. നോ നീഡ് ടു ലേൺ ദ അറബിക് ടേം. ഓക്കെ, ഇവിടെ ടീച്ചർ കണ്ട the 3 parts are അക്സൽ ഹൽക്ക്, വസത്തുൽ ഹൽക്ക്, നിയറസ്റ്റ് പാർട്ട്. അദ്നൽ ഹൽക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അറബിക് ടേം പഠിക്കേണ്ട ആവശ്യമില്ല, ഇംഗ്ലീഷ് തന്നെ മതി. അപ്പർ പാർട്ട്, മിഡിൽ പാർട്ട്, ലോവർ പാർട്ട്. മനസ്സിലായ? ഈ തൊണ്ട ഇപ്പൊ ടീച്ചറിനെ എല്ലാവരും കാണുന്നുണ്ടോ? നമ്മൾ തൊണ്ടല്ലേ? ഇതാ നമ്മൾ ജൗഫ് നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതാ നമ്മൾ തൊണ്ടയാണ്. അപ്പൊ ടീച്ചർ വിരല്, ഈ 3 വിരല് ഫിംഗേഴ്സ് ഡിവൈഡ് ചെയ്യാക്കുന്ന വിചാരിച്ചു. ഇങ്ങനെ. ഓക്കെ, ലൈക്ക് ദിസ്. അപ്പർ പാർട്ട്, മിഡിൽ പാർട്ട്, ലോവർ പാർട്ട്. ക്ലിയർ എവരിവൺ? യെസ്, ഇങ്ങനെയാണ്. അപ്പർ പാർട്ട് ഇവിടെ ഇങ്ങനെ നമ്മളെ തുടക്കം, നമ്മൾ തൊണ്ട സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് അപ്പർ പാർട്ട്. പിന്നെ നടുവില് മിഡിൽ പാർട്ട്, ലാസ്റ്റ് നമ്മൾ ചെസ്റ്റിലേക്ക് പോകും. നമ്മളെ ബ്രീത്തിങ് ഇങ്ങനെ, നമ്മളെ എയർ ഇങ്ങനെ പാസ് ചെയ്യുന്നു ലങ്സിലേക്ക്. ആ പാർട്ടാണ് അത് ലോവസ്റ്റ് പാർട്ടാണ്. അപ്പൊ ഈ ഓരോ പാർട്ടിൽ നിന്നും 2 അക്ഷരങ്ങളാണ് വരുന്നത്. എന്തെല്ലാം അക്ഷരങ്ങൾ? ലെറ്റ്സ് സീ. വെരി ഗുഡ്. ആദ്യം നമുക്ക് ഡീപ്പസ്റ്റ് പാർട്ട്. ഡീപ്പസ്റ്റ് പാർട്ട് എന്താണ്? നമ്മുടെ നെഞ്ചോട് ചേർന്നുള്ള പ്രദേശം, ദ ഏരിയ ക്ലോസസ്റ്റ് ടു ദ ചെസ്റ്റ്. അപ്പോ ഇതില്ലേ ലോവസ്റ്റ് പാർട്ട്. ഇവിടുന്ന് വരുന്ന 2 അക്ഷരങ്ങളാണ് ഹംസ. തജ്വീദിന് ഇതുണ്ടാവോ? നോട്ട്സ് ഉണ്ടാവോ? തജ്വീദില് നോട്ട്സ് ഉണ്ടാവും. ഉണ്ടാവും. തജ്വീദ് നിർബന്ധമാണ് നോട്ട്സ്. കാരണം 10 റൂൾസ് നിങ്ങൾക്ക് മനസ്സിലാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നോട്ട്സ് ഉണ്ടെങ്കിലേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ടീച്ചർ ഇപ്പോ ഖായിദ നൂറാന്റെ നോട്ട്സ് തന്നിട്ടില്ലേ? ലൈക് 3 ഹറക്കാത്ത്, ഫത്ഹ, കെസ്റ, ദമ്മ, 3 തൻവീന്, ഫത്ഹത്തേൻ, കെസ്റത്തേൻ, അങ്ങനെ തന്നിട്ടില്ലേ? അതേപോലെ ഇത് ടീച്ചർ തരും. ഓക്കെ, ഐ വിൽ ബി ഗിവിംഗ് ദിസ് സോ ദാറ്റ് ഫോർ എക്സാം, ഫൈനൽ എക്സാം നിങ്ങൾക്ക് പെട്ടെന്നെല്ലാം മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈസി പോലെ തോന്നും, പക്ഷെ ഇനി 10-20 ക്ലാസ് ആകുമ്പോഴേക്കും ആദ്യം പഠിച്ചത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ ചില കുട്ടികളെ കാര്യം പറഞ്ഞത്, എല്ലാവരും ഒരേപോലെ അല്ല. സം കുട്ടികൾക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ലോവസ്റ്റ് പാർട്ടിന് വരുന്നതാണ് ഹംസയും ഹായും. ഈ ഹാ ഇല്ലേ, ദിസ് ടൈപ്പ് ഓഫ് ഹാ, കെട്ടുള്ള ഹാ, ഇത് നമ്മൾ ചിരിക്കുമ്പോ ഹ ഹ ഹ, ഇതാണ് ഹാ. ഇങ്ങനെ ചെസ്റ്റ് വരുന്ന സൗണ്ട് ആണ് ഇങ്ങനെ. ഓക്കെ, ഹംസയും. ഹംസന്റെ സൗണ്ട് എന്താണ്? ഞാൻ എന്താ പഠിപ്പിച്ചത്? 3 ചെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 3 ചെയർസ് ഉണ്ട് ഹംസക്ക്. അപ്പോ വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഹംസ ഇഫ് യു പുട്ട് ഫത്ഹ ഓൺ 3 ഓഫ് ദം? സെയിം തിങ്. നിങ്ങളിപ്പോ ഇങ്ങനെ അലിഫിന്റെ മേലെ ഇങ്ങനെ കൊടുത്താലും സെയിം സൗണ്ട് ആണ്. വാവിന്റെ മേലെ ഹംസ കൊടുത്താലും യാ വരൂല. നോക്കൂ മക്കളെ, യാ മാത്രം ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് യാ. ജി, യു, അതൊക്കെ യാ, ഈ, യു. ബട്ട് ഇഫ് യു ആർ പുട്ടിങ് എ ഹംസ ഓൺ യാ, എന്താ വരാ? ഈ സൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഹംസ എന്ന് പറയുമ്പോ ഡോണ്ട്
ഗെറ്റ് കൺഫ്യൂസ്ഡ്. അത് അലിഫിന്റെ സൗണ്ട് ആണ് ഹംസക്ക് ഖുറാനില്. ഓക്കെ, പക്ഷെ അ ഈ ഊ എന്ന് പറയുമ്പോ ഇവിടെ നമ്മൾ തൊണ്ടന്റെ ലാസ്റ്റ് പാർട്ട്, അതായത് ഡീപ്പസ്റ്റ് എന്നല്ല പറഞ്ഞേ, ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ടിൽ ചെറിയൊരു മൂവ്മെന്റ് സംഭവിക്കുന്നു. അതിന്റെ ഉള്ളിലുള്ള പാർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോ 2 letters from the lowest part are Hamza and Ha. മനസ്സിലായ? Okay, Hamza and Ha. From here the Hamza and the Ha are pronounced. Okay, ഇപ്പൊ ഡീപ്പസ്റ്റ് പാർട്ടിന് വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഹംസ, ഹ. ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ. Now next part is wasatul halq, അതായത് മിഡിൽ പാർട്ട് ഓഫ് ദ ത്രോട്ട്. ഇവിടുന്നാണ് നമ്മുടെ ഐൻ, ഹ, ഏതാണ് ലെറ്റേഴ്സ്? ഐൻ. അപ്പൊ എല്ലാവരും മിഡിൽ പാർട്ടിന്റെ അവിടെ മെല്ലെ വിരളിങ്ങനെ കുറച്ച് പ്രസ് ചെയ്താലില്ലേ നമുക്കൊരു ഓക്കാനം വരുന്ന പോലെ തോന്നുന്നുണ്ട? ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോ തൊണ്ടക്ക് പിടിക്കുന്ന പോലെ അല്ലേ? യെസ് ഓർ നോ? നമ്മുടെ നടുവിൽ മെല്ലെ ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ഫോഴ്സിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്തോ ഛർദിക്കാൻ പറ്റുന്ന പോലെ ആവുന്നില്ലേ? യെസ് ഓർ നോ? ആ പാട്ടാണ് ഐൻ ഹ. ഓക്കെ, ദാറ്റ് പാർട്ടിൽ നിന്നാണ് ഏകദേശം ക്ലോസ്. ഓക്കെ, ഐൻ ആൻഡ് ഹ. നമുക്കിങ്ങനെ തൊടുമ്പോ ഒരു ഇങ്ങനെ പെട്ടെന്ന് അമർത്തുമ്പോ ഒരു ഓക്കാനം വരുന്ന പോലെ തോന്നും. അത് ഏകദേശം ഐനും ഹാന്റെയും പ്ലേസ് ആണ്. അപ്പൊ നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ പ്രോപ്പർ ആവണമെങ്കിൽ മെല്ലെ ഇങ്ങനെ കൈ വെച്ചിട്ട് മൂവ് ആവുന്നുണ്ടോ നോക്ക്. ഐൻ ഹ, ഐൻ ഹ, അ അ ഐ ഓ, ഹ ഹൈ ഹു. അങ്ങനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് പഠിക്കണം. അ ഐ ഓ, ഹ ഹൈ ഹു. അങ്ങനെ ആ ഭാഗം യൂസ് ചെയ്യണം. സോ ഹൽക്ക്, അതായത് തൊണ്ടയിൽ 3 പാർട്സ് ഉണ്ട്, അപ്പർ, മിഡിൽ, ലോവർ. ലോവർ പാർട്ടിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? മിഡിൽ പാർട്ടിൽ നിന്ന് വരുന്നത് നൗ അപ്പർ പാർട്ടിൽ നിന്ന് വരുന്ന 2 ലെറ്റേഴ്സ് ഏതൊക്കെയായിരിക്കും? ഫ്രിക്ഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലേ പണ്ടത്തെ ആൾക്കാർ എങ്ങനെ തീ ഫസ്റ്റ് ഉണ്ടാക്കിയത്? എങ്ങനെയാ? 2 കല്ലുപിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് പെബിൾസിൽ 2 സ്റ്റോൺ ഇങ്ങനെ ഇങ്ങനെ ഉരച്ചിട്ട് ഫ്രിക്ഷൻ സംഭവിക്കും. അപ്പൊ സ്പാർക്ക് വന്നതല്ലേ? അങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഗൈനും ഹാവും ഉച്ചരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടന്റെ അപ്പ പാട്ടും ഇവിടെ ഉള്ള ഒരു പാട്ടും രണ്ടും ഇങ്ങനെ ഒരു ഫ്രിക്ഷന് വരുന്നത്. അതാണ് ഹ ആൻഡ് നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്ന ശബ്ദമാണ് ഗൈൻ. പിന്നെ ഹ എന്ന് പറയുമ്പോ പെണ്ണ് കൂർക്കം വലിക്കുന്ന പോലെ നമ്മളെ ടീച്ചർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആൺകുട്ടികൾ എങ്ങനെ കൂർക്കം വലിക്കുന്നേ? ആണുങ്ങന്മാർ എങ്ങനെ അച്ചത്തില്? ഞാൻ എനിവൺ, നിങ്ങൾ ആരെങ്കിലും വാപ്പമാർ എനിവൺ ഇസ് ഡൂയിങ് ദിസ്? ഹാവ് യു ഹേർഡ് എ ലൗഡ് സൗണ്ട് ഓഫ് സ്നോറിംഗ്? ഭയങ്കര ഒച്ച, ചെവി പൊട്ടിപ്പോന്ന ഒച്ച കേട്ടില്ലേ? അതാ അത് ഹ അല്ല. ഓക്കെ, ഇങ്ങനൊരു സൗണ്ട് വരുന്നില്ലേ? യെസ്, അത് ഹ അല്ല. എന്തോടാണ് ഫീമെയിൽ സ്നോറിംഗ് എന്ന് പറയുന്നത്? പെണ്ണുങ്ങന്മാർക്ക് അങ്ങനെ ഫോഴ്സ്ഫുൾ ഉണ്ടാവൂല, ചിലപ്പോ ഉണ്ടാവും, ഐ ഡോണ്ട് നോ. ഹ എങ്ങനെ? അതായത് ജസ്റ്റ് ഒന്ന് ഒരച്ചിയ പോലെ. ഓക്കെ, ഹ. ഡോണ്ട് സേ, ഡോണ്ട് ഡു ദാറ്റ്. അത് തെറ്റാണ്, നിങ്ങളെ ലെറ്റർ തെറ്റാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഗൈൻ ആൻഡ് ഹ. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. ഹ, യെസ്. ഖലഖ്, ഖലഖ്, ഖൈറുൻ. ഖൈറുൻ ഇങ്ങനെ ഓതരുത്. ഖൈറുൻ, ഖലഖ്. അതിനർത്ഥം നിങ്ങളെ സൗണ്ട് തെറ്റാണ്, നിങ്ങൾ വേറെ പ്ലേസ് ആ ഉപയോഗിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അപ്പർ പാർട്ടേ വേണം. ഓക്കെ, സോ ഇറ്റ് ഇസ് ഗൈൻ ആൻഡ് ഹ. ഇന്നത്തേക്ക് ഇത് മതി. സോ നമുക്ക് ജസ്റ്റ് റിവിഷൻ ചെയ്യാം. ഓക്കെ, വാട്ട് ഇസ് മഖ്റജ്? മലയാളത്തിൽ പറഞ്ഞു.
മഖ്റജ് എന്ന് എന്തായിരുന്നു? Those who know The can place answer. where the letter enter. ഇഫാൻ മനസ്സിലാവുന്നുണ്ടോ? റംസാൻ, ഷെസ, സൽഹ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അക്ഷരം പുറപ്പെടുന്ന പ്ലേസ് ആണ് മഖ്റജ്. 5 മഖ്റജ് ഉണ്ട്. ഏതെല്ലാം 5 മഖ്റജ്? ഫസ്റ്റ് വൺ Jawf, ഷഫത്താൻ, ഖൈശൂം. അത് ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഡോണ്ട് വറി. ഇപ്പൊ ഹൽക്കും ജൗഫും എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ. ജൗഫിൽ നിന്ന് വരുന്ന ജൗഫ് എന്താണ്? ഫസ്റ്റ് അത് പറ. എന്താ ജൗഫ്? empty space, the throat and mouth. വെരി ഗുഡ്. കാലിയായിട്ടുള്ള ഭാഗം തൊണ്ടയിലെ. ഇതിൽ നിന്ന് വരുന്ന 3 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സ്പീഡ് പറ. മദർ ലെറ്റേഴ്സ്. Give me one word in which there is 3 mother letters. നൂഹ ഉണ്ടല്ലോ ഇവിടെ. നൂഹ ഇസ് there, no? നിങ്ങളെ ബാച്ചിൽ നൂഹ ഉണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് നൂഹ ഇങ്ങനെ. നെക്സ്റ്റ് ഹൽക്ക്. ഹൽക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തൊണ്ട, ദ ത്രോട്ട് എന്നാണ് ഇംഗ്ലീഷ് പറയാം. 3 പാർട്ടുണ്ട്. വിച്ച് ആർ ദ 3 പാർട്സ്? അഥവാ അറബിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്താ പറയാ? അപ്പർ പാർട്ട്, മിഡിൽ പാർട്ട്, ലോവർ പാർട്ട് എന്ന് വരുന്ന അക്ഷരങ്ങൾ ഹംസ, ഹ. മിഡിൽ പാർട്ട് വരുന്നത് ഐൻ, ഹ. അപ്പർ പാർട്ട് വരുന്നത് Did you all learn by heart now? ഇനിയിപ്പോ അതിനായിട്ട് ബുക്ക് തുറന്ന് പഠിക്കുന്ന ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് പഠിച്ചോട്ടോ. ഇത് കാരണം ഇനി അടുത്ത നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭയങ്കര വലിയ മഖ്റജാണ്. നാവിനെ കുറിച്ചിട്ട് അത് കുറേ ഉണ്ട് പഠിക്കാൻ. ഇപ്പൊ തന്നെ ഇത് പഠിച്ചു. ഓക്കെ ഡിയേഴ്സ്? So clear classes? Yes. Okay. Okay ഡിയേഴ്സ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ നമ്മൾക്ക് ജസ്റ്റ് ഒരു റിവിഷൻ ചെയ്യാം കേട്ടാ. പിന്നെ എക്സാമിന് ടൈം ടേബിൾ ടീച്ചർ പറയും. ഡോണ്ട് വറി. കാരണം ടീച്ചർ നോട്ട്സ് എല്ലാം നോക്കാനുണ്ട്. എല്ലാവരും നോട്ട്സ് സബ്മിറ്റ് ചെയ്യണേ. 5 മാർക്ക് ഉണ്ട് നോട്ട്സ് സബ്മിറ്റ് ചെയ്ത കുട്ടിക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ 50 മാർക്ക് എന്ന് വിചാരിക്കും. അപ്പൊ എല്ലാം പറഞ്ഞിട്ടും നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 45 ആയിരിക്കും. ഓക്കെ ഓക്കെ. So inshallah we'll wind up. We say the dua. Subhanakallahumma wa bihamdika ashhadu an la ilaha illa anta astaghfiruka wa atubu ilaik. Assalamu alaikum warahmatullahi wabarakatuh. Wa alaikum salam.